ഗൈസ്, സദ്യയുടെ വൈബിലോട്ട് എല്ലാവരും എത്തി. ഇവിടെ ഏകദേശം എത്തി തുടങ്ങി. ഇവിടെ പാലടയും പരിപ്പുമാണ് പായസം. അവിടെ എന്താ പായസം എന്നുള്ളത് കമന്റ് ചെയ്യണേ. അതിനൊപ്പം തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ് ആസ് യൂഷ്വൽ, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ഇൻറ്റു 10,000 സ്ക്വയർ, അതൊക്കെ മേലെ 3 കോടി എന്ന് തന്നെ പറയാം. ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ്, ഐ മീൻ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആളുകൾക്കൊരു എക്സൈറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകണം എന്നുള്ളത്, അല്ലേ? അപ്പം ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി, ഒരുപാട് സോഷ്യൽ മീഡിയ, യൂട്യൂബ് അങ്ങ് ഒന്നടങ്കം ഏറ്റു വാങ്ങിയ ഒരു വ്യക്തിയാണ് രേണു സുധി. ഇപ്പം ബിഗ് ബോസിൽ അനുമോളെ പറ്റിയിട്ട് സംസാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അനു എന്നാണല്ലോ, അതേപോലെ എല്ലായിടത്തും രേണു എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് ടീം എന്ന് രേണുവിനെ പിക്ക് ചെയ്യുന്നത്. ഈ രേണു അനുവൊക്കെ മൊത്തം മാറിപ്പോവാ പിക്ക് ചെയ്യുന്നത്. അപ്പം പോണതിന് മുമ്പ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു നല്ല അടിപൊളി പ്ലാറ്റ്ഫോമാണ്, ആളുകൾക്കുള്ള മറുപടിയാണത്, ഞാൻ പോയിട്ട് നല്ല അടിച്ചു പൊളിച്ച് കളിച്ചു വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആൾക്ക് അതിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. മെന്റലി ഉള്ള പ്രോബ്ലം തന്നെയാണ്, ഇമോഷണൽ ഇംബാലൻസ് ആണ് മക്കളെ പറ്റിയിട്ടുള്ളത്. ആകെ മൊത്തം ടോട്ടലി ആൾക്ക് പറ്റുന്നില്ല. അവിടെ മീനിനെ പിടിച്ച് കരയിലിട്ട അവസ്ഥയാണ്. ആൾക്ക് പോണം എന്നുള്ള രീതിയിലാണ്. 3-4-5 പ്രാവശ്യമായി ബിഗ് ബോസ് ചോദിക്കുന്നു. ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ വിഷയം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അനു വിളിച്ചു കുറെ മോട്ടിവേറ്റ് ചെയ്തു. പക്ഷെ ആൾക്ക് പറ്റുന്നില്ല. ആള് കരച്ചില്ല തന്നെ, ലൈവിലും തുറന്നുകൂടെ. അപ്പൊ ബിഗ് ബോസിനോട് എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഫോഴ്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്? അനു, ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് അവിടെ നിൽക്കാൻ. അപ്പം ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിനെ ടേക്കപ്പ് ചെയ്തിട്ട് പുറത്തോട്ട് വിടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അലറി പൊളിച്ച് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ബിഗ് ബോസ് പിടിച്ചു നിർത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിടിച്ചു നിർത്തുന്നത് സെൻസ് എന്തുകൊണ്ട് ഒരു ആക്ഷൻ എടുത്തിട്ട് ഓക്കെ മിഡ് വീക്കിലാണെങ്കിലും അനുവിന് പോകണമെങ്കിൽ പോവാം എന്നുള്ള രീതിയിൽ നടത്തുന്നത് എന്താണ്? ഉദ്ദേശമാതിരി കണ്ടന്റ് അനുവല്ല രേണു, ഉദ്ദേശമാതിരി രേണുവിന് കണ്ടന്റ് ഒന്നും തരാൻ പറ്റുന്നില്ല. ഒരു രീതിയിലും ആൾക്ക് ഓക്കെ അല്ല. അപ്പൊ അതായത് ആൾ ആ BB മെറ്റീരിയൽ അല്ല. എല്ലാവർക്കും BB പറ്റണം എന്നില്ലേ? പുറത്തുനിന്ന് ഒരുപാട് കയറാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പുറത്തിരുന്ന് കാണുന്ന പോലെ അല്ല, ഒരിക്കലും അല്ല. അത് വേറൊരു ഡിഫറെന്റ് വേൾഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ ആണ്. കയറി കഴിയുമ്പോഴാണ് മനസ്സിലാവുക, അല്ലെങ്കിൽ കയറി കഴിയുമ്പോൾ തന്നെ ഒരു 1 വീക്ക് കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ രേണു സുധി കരച്ചിലും പിഴിച്ചിലുമാണ്. അപ്പം ഒന്നില്ലെങ്കിൽ പ്രേക്ഷകർ കൂട്ടി, ഞാനത് പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ആള് ഒരു അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഇതിപ്പോ കയറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു പക്ഷെ പറയുന്നുണ്ടാവും, ഇത് കേൾക്കുമ്പോൾ ഇറക്കി വിട്, ഞാൻ കയറാം, ഞാൻ വരാം എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും. അപ്പോ ഉള്ളിത്തിങ് രേണു ചെയ്യേണ്ടത് ലാലേട്ടൻ വന്നിട്ട് പോണം എന്ന് പറയുന്നുണ്ടല്ലോ. പോണമെന്ന് ചോദിക്കുമ്പോൾ പോണമെന്ന് പറയണം. രേണു അത് പറയുന്നില്ല. രേണു അത് ഓക്കെ എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് ഞാൻ ഈ കണ്ടന്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ എഗൈൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് പോകണം. അപ്പൊ എന്തുകൊണ്ട് ഒരു പ്രാവശ്യം ലൈവില് പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ രേണു ഫ്രണ്ട് ബാൽ തുറന്നിട്ടുണ്ട്, ഇറങ്ങിക്കോന്ന് പറയാത്ത എന്താണ് ബിഗ് ബോസേ? വൈ?